അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതത്തിലൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ എങ്കിലും ഒരു സംശയം ചോദിച്ചാണ് ഒരുത്തൻ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ ലാസ്റ്റ് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സ്വാലിഹായ നല്ല പ്രവൃത്തികൾ ചെയ്ത് ദുന്യാവിൽ ജീവിക്കട്ടെ. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിന് പങ്കു ചേർക്കാതെ നല്ല നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോട്ടെ. ഈ പറഞ്ഞ ആയത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിനെ കാണുക, മഹ്ശറയിൽ വെച്ച് കാണുക എന്നുള്ളതാണ്. അത് ആഗ്രഹമാണ് നമുക്കൊക്കെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പക്ഷെ അതെങ്ങനെ കാണുക? ആദം നബി അലൈഹിസ്സലാം മുതൽ കോടാനക്കോടി ജനങ്ങൾ ഇവിടെ ജീവിച്ച് മരിച്ചുപോയി. ഇപ്പോൾ കോടാനക്കോടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി എത്ര കോടികൾ ജീവിക്കാനിരിക്കുന്നു? നമ്മളിപ്പം ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ കോഴിക്കോട് കടപ്പുറത്തായാലും പരിധി ഉണ്ടല്ലോ. വലിയ സമ്മേളനമാണെങ്കിൽ LCD ഒക്കെ വെച്ചിട്ടൊക്കെ കാണുക. കാരണം തിക്കും തിരക്കും കാണാൻ കഴിയില്ല. അത്രയും വലിയ ജനക്കൂട്ടം കൂടിയ വലിയ സമ്മേളനങ്ങളിൽ ഇപ്പോൾ ആധുനികമായി LCD ഒക്കെ വെച്ചിട്ടേ കാണാൻ പറ്റൂ. സ്റ്റേജൊന്നും കാണാൻ പറ്റൂല, അങ്ങേ അറ്റത്തായിരിക്കും. അപ്പോൾ നമുക്കൊരു സംശയം, ഈ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടെത്തുക? അങ്ങോട്ട് കാണാൻ കഴിയുമോ? കാരണം കോടാനക്കോടി ജനങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിനെ എങ്ങനെ കാണുക എന്നൊരു സംശയം ചില ആളുകൾ എന്നോട് പറഞ്ഞപ്പോൾ, ചെറുപ്പത്തിൽ ആദ്യം ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നു, എങ്ങനെ ഇപ്പോൾ അതൊക്കെ കൂടി എല്ലാവരും കൂടിയാൽ കാണുക. ഒരു സമ്മേളനത്തിന് പോയപ്പോൾ അവിടെ സ്റ്റേജ് കാണാൻ കഴിയാതെ ഞാൻ വല്ലാതെ വിഷമിച്ചു. അന്ന് LCD ഒന്നുമില്ല. കുറേ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി, എന്തോ സ്പീക്കറിൽ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ സ്റ്റേജൊന്നും കാണാനില്ല. അത്രമാത്രം ദൂരെയാണ്. മലപ്പുറത്ത് സമ്മേളനം നടക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ മനസ്സിൽ വന്നാണ്, അള്ളാഹുവിനെ ഇങ്ങനെ കാണാൻ ഈ കണ്ട ജനങ്ങൾ ഇതൊന്നുമല്ലല്ലോ, ഇതിൻ്റെ 10,000-കണക്കിന് ഡബിള്, ലക്ഷക്കണക്കിന് ഡബിൾ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹിനെ എങ്ങനെ കാണുക? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ. അള്ളാഹുവിൻ്റെ ലിഖാ എങ്ങനെ കാണും? അപ്പോഴാണ് ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മനസ്സിൽ തട്ടിയത്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ പിന്നീട് കാണാൻ കഴിയും. എങ്ങനെ കാണാൻ കഴിയും? കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ കാണും പോലെ. ഈ 14-ാം രാവിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ സുഖമായിട്ട് കാണാം. അങ്ങോട്ട് നോക്കിയാൽ തിക്കും തിരക്കൊന്നുമില്ല, ഉഷാറായിട്ട് കാണാൻ പറ്റും. അപ്പം കാര്യം മനസ്സിലായി, അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. 14-ാം രാവിലെ ചന്ദ്രനെ കാണുമ്പോൾ, ചന്ദ്രനെ അതുപോലെ എന്നല്ല വെച്ചാൽ അതുപോലെ നമുക്ക് ശക്തി വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ കാണാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുക്തി ചിന്തകളെ പാടെ നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ഒരു ഹദീസ് അങ്ങ് കേട്ടപ്പോൾ സമാധാനമായി. അപ്പോൾ അള്ളാഹുവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുക, ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും അഭിലാഷമാണ്, ആവേശമാണ്, ആഗ്രഹമാണ്. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ.